ആദിയുഷസ്സിൻ വിജയ പതാകയിൽ വീശിയ കുളിർക്കാറ്റേ, തീനാവുകളാൽ പറന്നിറങ്ങിയ ധീരോദാത്തതയേ, വരണേ തിരുസഭയിൽ ഇനിയും തീവിതറാ പുതിയൊരു അഭിഷേകം തരണേ പ്രേഷിതരിൽ. ആദിയുഷസ്സിൻ വിജയ പതാകയിൽ വീശിയ കുളിർക്കാറ്റേ, തീനാവുകളാൽ പറന്നിറങ്ങിയ ധീരോദാത്തതയേ, വരണേ തിരുസഭയിൽ ഇനിയും തീവിതറാ പുതിയൊരു അഭിഷേകം തരണേ പ്രേഷിതരിൽ. ഏകരക്ഷകനാമേശുവിനെ സധീരം പ്രഘോഷിപ്പാൻ പാവന റൂഹാ നീയരുളണമേ വീണ്ടും പെന്തക്കുസ്താ. അത്ഭുതങ്ങൾ അടയാളങ്ങൾ ഇന്നും സാക്ഷ്യം നൽകാൻ ദൈവപിതാവേ നീ പകരണമേ വീണ്ടും പെന്തക്കുസ്താ, വീണ്ടും പെന്തക്കുസ്താ. വീണ്ടും പെന്തക്കുസ്ത. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ സ്തോത്രം, യേശുവേ സ്തോത്രം, യേശുവേ നന്ദി. യേശുവേ നന്ദി. പ്രിയപ്പെട്ട ദൈവമക്കളെ, പന്തക്കുസ്ത തിരുനാളിനുള്ള പ്രത്യേക ഒരുക്കം, ഇതിനെക്കുറിച്ച് അച്ഛൻ സംസാരിക്കുമ്പോൾ ഒരു നാൾ അച്ഛനും ദാനിയേൽ അച്ഛനും ഡൊമിനിക് അച്ഛനും അതുപോലെ ബെന്നിസാറും അങ്ങനെ അനവധി പേര് ഒരുമിച്ച് കൂടി പ്രാർത്ഥിച്ച ഒരു ദിവസം ഓർമ്മിക്കുകയാണ്. അന്ന് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് ശക്തമായി ദാനിയേൽ അച്ഛനുള്ള ഒരു കാര്യം പറഞ്ഞു. പന്തക്കുസ്ത തിരുനാളിന് വേണ്ടി പ്രത്യേകമായി ഒരുങ്ങണം. സഭ ഒന്നോ രണ്ടോ വ്യക്തികൾ ഒരുങ്ങിയാൽ പോരാ, സഭയുടെ മക്കളെല്ലാവരും അതിനുവേണ്ടി ഒരുങ്ങണം. പരിശുദ്ധാത്മാവിൻ്റെ തിരുനാളിന് വളരെ വലിയ ഒരു സ്ഥാനം തിരുസഭയിൽ ഉണ്ടാകണം. വിശ്വാസികൾ അതിനുവേണ്ടി വലിയ ആവേശത്തോടെ ഒരുങ്ങണം. വൈദികർ അതിനുവേണ്ടി വലിയ തീഷ്ണതയോടെ ഒരുക്കങ്ങൾക്ക് നേതൃത്വം കൊടുക്കുകയും വ്യക്തിപരമായി ഒരുങ്ങുകയും ചെയ്യണം. എല്ലാ കോൺവെൻറ്റുകളിലും ധ്യാന കേന്ദ്രങ്ങളിലും ഇടവകകളിലും സ്ഥാപനങ്ങളിലും പരിശുദ്ധാത്മാവിൻ്റെ തിരുനാൾ അർഹമായ വിധം പ്രാധാന്യത്തോടെ കൊണ്ടാടപ്പെടണം. ആത്മാവിന് വേണ്ടി കാത്തിരിക്കണം. അതിന് ആ അവസാനത്തെ 10 ദിവസത്തെ ഇൻറ്റൻസ് ഒരുക്കത്തിന് മുമ്പ് ഉയർപ്പ് തിരുനാൾ മുതൽ പന്തക്കുസ്ത തിരുനാൾ വരെയുള്ള 50 ദിവസങ്ങളുടെ ഒരുക്കം ദൈവത്തിൻ്റെ ആത്മാവ് ആഗ്രഹിക്കുന്നതായി ഞങ്ങൾക്ക് മനസ്സിലാവുകയുണ്ടായി. ഈ സമയം നമുക്ക് എല്ലാവർക്കും ഒന്ന് എഴുന്നേറ്റ് നിൽക്കാം. പരിശുദ്ധാത്മാവിൻ്റെ കൃപയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. പാപശക്തികളെ തകർക്കുന്ന ആത്മാവാണ് പരിശുദ്ധാത്മാവ്. പ്രതികൂലത്തിന് മേൽ കർത്താവിൻ്റെ സഭയെ അത്ഭുതകരമായി ഉയർത്തി നിൽക്കുന്ന ശക്തിയാണ് പരിശുദ്ധാത്മാവ്. ഒരു മിഷണറി തളരുമ്പോൾ ആ മിഷണറിയെ വീണ്ടും കഴുകനെ പോലെ ചിറകടിച്ച് ഉയരാൻ ബലപ്പെടുത്തുന്ന ആത്മാവാണ് പരിശുദ്ധാത്മാവ്. ഈ പരിശുദ്ധാത്മാവിൻ്റെ അത്ഭുതകരമായ ആഗമനത്തിന് വേണ്ടി കാത്തിരിക്കാം. ഈ പരിശുദ്ധാത്മാവിൻ്റെ അതിശയമായ ഇടപെടൽ ഉണ്ടാകണം. തിരുസഭ പരിശുദ്ധാത്മാവിൻ്റെ സഭയാണ്. പരിശുദ്ധാത്മാവ് തിരുസഭയെ ഭരിക്കണം. എല്ലാ മണ്ഡലങ്ങളെയും പരിശുദ്ധാത്മാവ് നിയന്ത്രിക്കണം. പരിശുദ്ധാത്മാവ് നയിക്കണം. 2 കരങ്ങൾ ഉയർത്തിപ്പിടിക്കാം. ഇവിടെ ഇരിക്കുന്ന ഓരോരുത്തരുടെ മേലും പരിശുദ്ധാത്മാവേ അങ്ങ് എഴുന്നള്ളി വരണമേ. ഒരു പുതിയ പന്തക്കുസ്ത അനുഭവത്തിലേക്ക് ഞങ്ങളെ നയിക്കണമേ. പന്തക്കുസ്ത തിരുനാളിന് വേണ്ടി ഒരുക്കങ്ങളെ അങ്ങ് ഞങ്ങൾക്ക് വെളിപ്പെടുത്തി തരണമേ. 2 കരങ്ങൾ ഉയർത്തി എത്ര ഉച്ചത്തിൽ സ്തുതിക്കാമോ അത്രയും ഉച്ചത്തിൽ ഉറക്കെ സ്തുതിക്കുന്നു. ഒരു പുതിയ പന്തക്കുസ്ത, ഒരു പുതിയ പന്തക്കുസ്ത, ഒരു പുതിയ പന്തക്കുസ്ത ഞങ്ങൾക്ക് നൽകണമേ. പുതിയ പന്തക്കുസ്ത ആഗതമാകട്ടെ വേഗം, പുതിയ പന്തക്കുസ്ത ആഗതമാകട്ടെ വേഗം, പുതിയ പന്തക്കുസ്ത ആഗതമാകട്ടെ വേഗം, പുതിയ പന്തക്കുസ്ത. പാപശക്തികൾ പടുത്തുയർത്തിയ പ്രസ്ഥാനങ്ങൾ തകരട്ടെ, പാപശക്തികൾ പടുത്തുയർത്തിയ പ്രസ്ഥാനങ്ങൾ തകരട്ടെ. അഭിഷേകാത്തിൽ എരിഞ്ഞു നീരി ചാമ്പലായി പോകട്ടെ, അഭിഷേകാത്തിൽ എരിഞ്ഞു നീരി ചാമ്പലായി പോകട്ടെ. കത്തട്ടെ തീ കത്തട്ടെ, കത്തി കത്തി പടരട്ടെ, കത്തട്ടെ തീ കത്തട്ടെ, കത്തി
ജ്വാലകളാൽ ഭൂതലമാകെ നിറയട്ടെ. അഭിഷേകത്തിൻ ജ്വാലകളാൽ ഭൂതലമാകെ നിറയട്ടെ. ആഗതമാകട്ടെ വേഗം പുതിയ അത്ഭുതശക്തിയായ പരിശുദ്ധാത്മാവേ, ആഗതമാകട്ടെ വേഗം പുതിയ പെന്തക്കോസ്ത. ആഗതമാകട്ടെ വേഗം പുതിയ പെന്തക്കോസ്ത. ആഗതമാകട്ടെ വേഗം പുതിയ പെന്തക്കോസ്ത. എല്ലാ ദൈവമക്കളും വലിയ സ്നേഹത്തോടെ പ്രാർത്ഥിക്കുക. മക്കളെ, മറ്റ് വിചാരങ്ങളിൽ നിന്ന് ഹൃദയം ഏകാഗ്രമാക്കുക. ഇപ്പോൾ പരിശുദ്ധാത്മാവിനെ വിളിച്ചപേക്ഷിക്കുക. കൈയടിച്ച് പാട്ടുപാടി സമൂഹത്തോട് ചേർന്ന് പരിശുദ്ധാത്മാവിനെ ആരാധിച്ച് പരിശുദ്ധാത്മാവിനെ വിളിച്ചപേക്ഷിക്കുന്നു. ശക്തികൾ പകർന്നു നൽകിയ പാഷണ്ഡതകൾ തകരട്ടെ. ശക്തികൾ പകർന്നു നൽകിയ പാഷണ്ഡതകൾ തകരട്ടെ. ശക്തിയിൽ ഉടഞ്ഞു ചിതറി സർവ്വം നീങ്ങി പോകട്ടെ. ശക്തിയിൽ ഉടഞ്ഞു ചിതറി സർവ്വം നീങ്ങി പോകട്ടെ. കത്തട്ടെ തീ കത്തട്ടെ, കത്തി കത്തി പടരട്ടെ. കത്തട്ടെ തീ കത്തട്ടെ, കത്തി കത്തി പടരട്ടെ. അഭിഷേകത്തിൻ ജ്വാലകളാൽ ഭൂതലമാകെ നിറയട്ടെ. അഭിഷേകത്തിൻ ജ്വാലകളാൽ ഭൂതലമാകെ നിറയട്ടെ. ഉയർത്തി കൈയടിച്ച് വേഗം പുതിയ പെന്തക്കോസ്ത. ആഗതമാകട്ടെ 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 വേഗം പുതിയ പെന്തക്കോസ്ത. നിറയണമേ, 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 നിറയണമേ. കരങ്ങൾ ഉയർത്തി ഉച്ചത്തിൽ സ്തുതിക്കുന്നു. പരിശുദ്ധാത്മാവേ, അവിടുന്ന് കരം നീട്ടണമേ. അവിടുത്തെ പുത്രനായ പിതാവേ, അവിടുത്തെ പുത്രനായ യേശുവിന്റെ നാമത്തിൽ അത്ഭുതങ്ങളും അടയാളങ്ങളും രോഗശാന്തികളും സംഭവിക്കുന്നതായി അവിടുന്ന് കരം നീട്ടണമേ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. കരം നീട്ടണമേ അങ്ങേ പരിശുദ്ധദാസന യേശുവിന്റെ നാമത്തിൽ രോഗശാന്തികൾ നിറയാ, അടയാളങ്ങൾ കാണാം, അത്ഭുതങ്ങൾ സംഭവിക്കാൻ ശക്തി അയക്കണമേ. കർത്താവേ കരം നീട്ടണമേ അങ്ങേ പരിശുദ്ധദാസന യേശുവിന്റെ നാമത്തിൽ രോഗശാന്തികൾ നിറയാ, അടയാളങ്ങൾ കാണാം, അത്ഭുതങ്ങൾ സംഭവിക്കാൻ ശക്തി അയക്കണമേ. ആഗതമാകട്ടെ വേഗം പുതിയ പെന്തക്കോസ്ത. പരിശുദ്ധാത്മാവേ, പുതിയ പെന്തക്കോസ്ത. പരിശുദ്ധാത്മാവേ, പുതിയ പെന്തക്കോസ്ത. ആഗതമാകട്ടെ പരിശുദ്ധാത്മാവേ, പെന്തക്കോസ്ത. ആഗതമാകട്ടെ പുതിയ പെന്തക്കോസ്ത. ആഗതമാകട്ടെ പുതിയ പെന്തക്കോസ്ത. ആഗതമാകട്ടെ പുതിയ പെന്തക്കോസ്ത. ആഗതമാകട്ടെ ബന്ധങ്ങൾ ശക്തി പ്രാപിക്കട്ടെ. തളർന്നവർ ഉണരട്ടെ. ദേശം മുഴുവനും മേൽ അഭിഷേകം നിറയട്ടെ. എല്ലാ സഭാസഭകളും ഉണരട്ടെ. ഗവൺമെന്റുകൾ ഉണരട്ടെ. ഇടവകൾ ഉണരട്ടെ. സഭ ഉണരട്ടെ. രൂപതകൾ ഉണരട്ടെ. തിരുസഭാധികാരി ഉണരട്ടെ. യുവജനങ്ങൾ ഉണരട്ടെ. കുട്ടികൾ ഉണരട്ടെ. എല്ലാ മണ്ഡലങ്ങളും ഉണരട്ടെ. പ്രാർത്ഥനാ ഗ്രൂപ്പുകൾ ഉണരട്ടെ. എല്ലാ സമിതികളും ഉണരട്ടെ. ഗ്ലോറി, ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ഉണർവിന്റെ കൊടുങ്കാറ്റ്, ഉണർവിന്റെ കൊടുങ്കാറ്റ്, ഉണർവിന്റെ കൊടുങ്കാറ്റ്, ഉണർവിന്റെ കൊടുങ്കാറ്റ് ശക്തമായി വീശട്ടെ. ഗ്ലോറി, ഹല്ലേലൂയ, ഹല്ലേലൂയ. ആരാധന, 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 ആരാധന. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ഹല്ലേലൂയ. എല്ലാവരും അവരവരുടെ സീറ്റുകളിലേക്ക് ഇരിക്കുക. പ്രിയപ്പെട്ട ദൈവമക്കളെ, പരിശുദ്ധാത്മാവിൻ്റെ ശക്തി വിസ്ഫോടനകരമായ ശക്തിയാണ്. ഏതൊരു തരത്തിലുള്ള പ്രതികൂലങ്ങൾ വന്നാലും ഈ കഴിഞ്ഞ 2000 വർഷങ്ങളിലായി കർത്താവിൻ്റെ സഭ പലതരത്തിലുള്ള അന്ധകാര പീഡകളെയും ദുഷ്ടാരൂപിയുടെ കൗശലങ്ങളെയും എതിരേണ്ടിന് വന്നപ്പോൾ ആശ്രയിച്ചത് പരിശുദ്ധാത്മാവിൻ്റെ ശക്തിയെയാണ്. വിശുദ്ധന്മാർ പരിശുദ്ധാത്മാവിൻ്റെ ശക്തിയെ ആശ്രയിച്ചു. സമൂഹങ്ങൾ പരിശുദ്ധാത്മാവിൻ്റെ ശക്തിയെ ആശ്രയിച്ചു.
മാർപ്പാപ്പമാർ പരിശുദ്ധാത്മാവിൻ്റെ ശക്തിയെ ആശ്രയിച്ചു. പ്രിയപ്പെട്ട ദൈവമക്കളെ, പരിശുദ്ധാത്മാവ് വിസ്മയനീയമായ കരുതലോടെ ചരിത്രത്തിൻ്റെ ഗതിയിൽ സഭയെ നയിച്ചുകൊണ്ടേയിരുന്നു. ഉച്ചത്തിൽ പറഞ്ഞേ ഹല്ലേലൂയ. തിരുസഭ പരിശുദ്ധാത്മാവിൻ്റെ സഭയാണ്. യേശു ക്രിസ്തുവിൻ്റെ ജനന മരണ ഉത്ഥാനങ്ങളിൽ പരിശുദ്ധാത്മാവ് എങ്ങനെ പ്രവർത്തിച്ചുവോ അതുപോലെ തന്നെയാണ് പരിശുദ്ധാത്മാവ് ഇന്ന് സഭയിൽ പ്രവർത്തിക്കുന്നത്. മിശിഹായുടെ ആത്മാവ് അവിടുത്തെ ശരീരത്തിന് ജീവൻ നൽകുന്നത് പോലെ ഇന്ന് പരിശുദ്ധാത്മാവ് സഭയ്ക്ക് ജീവൻ നൽകുന്നു. ഇതാണ് വലിയ മഹാവിശുദ്ധന്മാരായ തിയോളജിയൻസ് പരിശുദ്ധാത്മാവും സഭയും തമ്മിലുള്ള ബന്ധത്തെക്കുറിച്ച് പറയുന്നത്. എന്നുറക്കെ പറഞ്ഞേ ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. മിശിഹായുടെ ശരീരത്തിന് എങ്ങനെയാണ് പരിശുദ്ധാത്മാവ് ജീവൻ നൽകിയത്? മിശിഹായുടെ ജനന മരണ ഉത്ഥാനങ്ങളിൽ എങ്ങനെയാണ് പരിശുദ്ധാത്മാവ് പ്രവർത്തിച്ച് ചിന്തിച്ച് നോക്കിയേ. മിശിഹ ജനിച്ചത്, യേശുവിൻ്റെ ജനനം എങ്ങനെയായിരുന്നു? പരിശുദ്ധാത്മാവിനാൽ മറിയം ഗർഭിണിയായി കാണപ്പെട്ടു. പരിശുദ്ധാത്മാവിൻ്റെ ശക്തിയാലാണ് യേശു ഗർഭസ്ഥിതനായത്. യേശുവിൻ്റെ ഉത്ഭവം പരിശുദ്ധാത്മാവിൻ്റെ ശക്തിയാൽ. അതിനുശേഷം യേശു ക്രിസ്തുവിനെ ദേവാലയത്തിൽ കൊണ്ടുവന്ന് സമർപ്പിച്ചു. അവൻ മനുഷ്യരുടെയും ദൈവത്തിൻ്റെ മുമ്പിൽ പ്രീതിയിലും ജ്ഞാനത്തിലും പരിശുദ്ധാത്മാവിലും അവൻ വളർന്നു വന്നു. അതിനുശേഷം മാമോദീസ സമയത്ത് പ്രാവിൻ്റെ രൂപത്തിൽ പ്രകടമായ അടയാളങ്ങളോടെ ദൈവത്തിൻ്റെ ആത്മാവ് വീണ്ടും യേശുവിൻ്റെ എഴുന്നള്ളി വന്ന് നിറഞ്ഞു. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അതിനുശേഷം പരിശുദ്ധാത്മാവ് യേശുവിനെ മരുഭൂമിയിലേക്ക് നയിച്ചു. 40 ദിവസത്തെ മരുഭൂമിയിലെ പ്രാർത്ഥന. ആ പ്രാർത്ഥന കഴിഞ്ഞ് തിരിച്ചു വരുന്നതിനെ കുറിച്ച് വചനത്തിൽ നമ്മൾ വായിക്കുന്നത് എങ്ങനെയാണ്? വിശുദ്ധ ലൂക്കായുടെ സുവിശേഷം 4-ാം അധ്യായം 14-ാം തിരുലിഖിതം. യേശു ആത്മാവിൻ്റെ ശക്തിയോടുകൂടെ ഗലീലിലേക്ക് മടങ്ങിപ്പോയി. മരുഭൂമിയിലേക്ക് പോയത് പരിശുദ്ധാത്മാവിനാൽ നിറഞ്ഞവനായ യേശു മരുഭൂമിയിലേക്ക് പോയി. മരുഭൂമിയിൽ 40 ദിവസം പ്രാർത്ഥന കഴിഞ്ഞ് ആത്മാവിൻ്റെ ശക്തിയോടെ അവൻ തിരിച്ചു വന്നു. ശുശ്രൂഷ ചെയ്തപ്പോൾ മുഴുവൻ യേശുവിൻ്റെ ശുശ്രൂഷയെക്കുറിച്ച് വിശുദ്ധ ലൂക്കായുടെ സുവിശേഷം 6-ാം അധ്യായം 19-ാം തിരുലിഖിതം വായിക്കുന്നതാണ്. അവനിൽ നിന്ന് ശക്തി പുറപ്പെട്ട് എല്ലാവരെയും സുഖപ്പെടുത്തിക്കൊണ്ടിരുന്നു. ശക്തി ബഹിർഗമിക്കുകയാണ് യേശുവിൻ്റെ ശരീരത്തിൽ നിന്ന്. പരിശുദ്ധാത്മ ശക്തി ബഹിർഗമിക്കുകയാണ് യേശുവിൻ്റെ ശരീരത്തിൽ. അവരിൽ നിന്ന് ശക്തി പുറപ്പെട്ട് എല്ലാവരെയും സുഖപ്പെടുത്തിക്കൊണ്ടിരുന്നു. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അതിനുശേഷം യേശു ക്രിസ്തുവിൻ്റെ പരസ്യ ജീവിതം, അതിനുശേഷം കുരിശ് മരണം, ഉത്ഥാനം, യേശു ഉയർത്തെഴുന്നേറ്റത് എങ്ങനെയാണ്? അവൻ മരിച്ചവരിൽ നിന്ന് ഉയർപ്പിക്കുന്ന ദൈവത്തിൻ്റെ ആത്മാവിൻ്റെ ശക്തിയാൽ അവൻ ഉയർപ്പിക്കപ്പെട്ടു. പരിശുദ്ധാത്മാവിൻ്റെ ശക്തിയാൽ യേശു ഉയർപ്പിക്കപ്പെട്ടു. അതിനുശേഷം തിരുസഭ ആരംഭിക്കണം എങ്ങനെയാണ്? അപ്പോസ്തല പ്രവർത്തനം 2-ാം അധ്യായം 1 മുതൽ 4 വരെയുള്ള തിരുലിഖിതങ്ങൾ. പന്തക്കുസ്താ ദിവസം സമാഗതമായപ്പോൾ അവരെല്ലാവരും ഒരുമിച്ച് കൂടിയിരിക്കുകയായിരിക്കുന്നു. പെട്ടെന്ന് കൊടുങ്കാറ്റടിക്കുന്നത് പോലെ സ്വരം ആകാശത്തു നിന്നുണ്ടായി. അവരോരോരുത്തരുടെയും മേൽ അഗ്നിജ്വാലകൾ പോലുള്ള നാവുകൾ വന്നിരിക്കുന്നതായി അവർ കണ്ടു. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, പരിശുദ്ധാത്മാവിൻ്റെ ആഗമനത്തോടെ സഭ ആരംഭിച്ചു. യേശുവിൻ്റെ ജീവിതത്തിൽ എങ്ങനെ പരിശുദ്ധാത്മാവ് അതുപോലെ തന്നെയാണ് സഭയുടെ ജീവിതത്തിലും പരിശുദ്ധാത്മാവിൻ്റെ പ്രവർത്തനം. ഉച്ചത്തിൽ പറയാ ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. പ്രിയപ്പെട്ട ദൈവമക്കളെ, ഇന്ന് തിരുസഭ, പ്രത്യേകിച്ച് കേരളത്തിലെ സഭ ഓരോ തരത്തിലുള്ള ചെറിയ ചെറിയ പ്രതികൂലങ്ങൾ അഭിമുഖീകരിക്കുമ്പോൾ ഈ പ്രതികൂലങ്ങളിൽ നമ്മുടെ മനസ്സ് തളരരുത്. ഈ പ്രതികൂലങ്ങളിൽ ഇതിനേക്കാൾ വർദ്ധിത ശക്തിയോടെ, ഇതിനേക്കാൾ അത്ഭുതകരമായ വലിയ സ്വർഗീയ തേജസ്സോടെ സഭയെ നയിക്കാൻ പരിശുദ്ധാത്മാവിന് കഴിയും. ഞാനും നിങ്ങൾ പരിശുദ്ധാത്മാവിനെ ആശ്രയിക്കണം. പരിശുദ്ധാത്മാവാണ് സഭയുടെ രാജാവ്. പരിശുദ്ധാത്മാവിൻ്റെ ആഗമനത്തോടെയാണ് സഭ ആരംഭിക്കപ്പെട്ടത്. ഇനി ഈ ഏത് പ്രതികൂലത്തിലും പരിശുദ്ധാത്മാവിൻ്റെ ശക്തിയോടെയാണ് സഭ അതിൻ്റെ മേൽ കത്തി ജ്വലിക്കേണ്ടത്. ഒന്ന് ഉച്ചത്തിൽ പറഞ്ഞേ ഹല്ലേലൂയ. വെട്ടിക്കൂട്ടിയിട്ടിരിക്കുന്ന ചപ്പ് ചവറുകൾ, ഉണങ്ങിക്കരിഞ്ഞു കിടക്കുന്ന ചപ്പ് ചവറുകളുടെ മേൽ കാട്ടുതീ കത്തി ജ്വലിക്കുന്നത് പോലെ ഇപ്പോൾ ഓരോ തരത്തിലുള്ള വിപരീത സാഹചര്യങ്ങളുടെ മേൽ പരിശുദ്ധാത്മാവ് അത്ഭുതകരമായ ശക്തിയോടെ കത്തിപ്പടരും. എന്നുറക്കെ പറഞ്ഞേ ഹല്ലേലൂയ. അതിനുവേണ്ടി പ്രിയപ്പെട്ട ദൈവമക്കളെ, നമ്മൾ ഒരുങ്ങണം. നമ്മൾ പരിശുദ്ധാത്മാവിൻ്റെ ശക്തിയിൽ വിശ്വസിക്കണം. പരിശുദ്ധാത്മാവിൻ്റെ പ്രവർത്തനങ്ങളിൽ വിശ്വസിക്കണം. പരിശുദ്ധാത്മാവിന് വേണ്ടി നമ്മൾ കാത്തിരിക്കണം.
അതുകൊണ്ടാണ് ദാനിയേലച്ചനും അതുപോലെ മറ്റെല്ലാ വലിയ മിഷണറിമാരും ഈ കാലഘട്ടത്തിൽ നമ്മൾ ആഹ്വാനം ചെയ്യുന്നത്, നാം ഈ വർഷത്തെ പന്തക്കുസ്ത തിരുനാളിന് വേണ്ടി പ്രത്യേകമായി ഒരുങ്ങണം. തിരുസഭയുടെ മാമോദിസ മുങ്ങിയ ഓരോ മകനും മകളും വഴി വന്നുപോയുള്ള തെറ്റുകുറ്റങ്ങൾക്ക് വേണ്ടി നമ്മൾ പ്രായശ്ചിത്തങ്ങളും പരിഹാരങ്ങളും അനുഷ്ഠിച്ച് ദൈവസന്നിധി എളിമപ്പെടണം. നമ്മുടെ പാപങ്ങൾ കഴുകി കർത്താവെ അവർ വിശുദ്ധീകരിക്കപ്പെടേണ്ടതിന് ഞങ്ങളെ തന്നെ വിശുദ്ധീകരിക്കുന്നെന്ന് പറഞ്ഞ് നാം നമ്മളെ തന്നെ വിശുദ്ധീകരിച്ച് കൂടെ കുമ്പസാരിക്കണം. നല്ല കുമ്പസാരം കൂടെ നടത്തിയും നല്ല പരിഹാരങ്ങളും പ്രായശ്ചിത്തങ്ങളും ധാരാളം അനുഷ്ഠിച്ചും ഈ 50 ദിവസങ്ങൾ ഉയർപ്പ് തിരുനാൾ മുതൽ പന്തക്കുസ്ത തിരുനാൾ വരെ 50 ദിവസങ്ങൾ തീഷ്ണമായ ഒരുക്കത്തിൻ്റെ ദിവസങ്ങളായിരിക്കണം. പരിശുദ്ധാത്മാവിനോട് അതിതീഷ്ണമായ ഒരുക്കത്തിൻ്റെ 50 ദിവസങ്ങൾ ആചരിക്കണം. അതിനുവേണ്ടി എല്ലാ ദൈവമക്കളെയും അച്ഛന് പ്രത്യേകം ആഹ്വാനം ചെയ്യുകയാണ്. ഞാൻ മാത്രമല്ല, കേരളക്കരയിൽ ശുശ്രൂഷ ചെയ്യുന്ന അനവധി ശുശ്രൂഷകർ, ഒരുപാട് മിഷണറിമാർ, ഒരുപാട് വചനപ്രഘോഷകർ, ധ്യാനകേന്ദ്ര ഡയറക്ടർമാർ, അവരെല്ലാവരും ഈ കാര്യം തന്നെ അനുസ്മരിപ്പിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. പ്രിയപ്പെട്ട ദൈവമക്കളെ, അതിനുശേഷം ഈ വലിയ ഒരുക്കത്തിന് ശേഷം ഏറ്റവും അവസാനത്തെ 10 ദിവസങ്ങൾ ഏറ്റവും തീഷ്ണമായ അടുത്ത ഒരുക്കത്തിൻ്റെ ദിവസങ്ങളായി നമ്മൾ കരുതണം. ഇന്ന് തന്നെ നിങ്ങൾ ഡയറിയിൽ അതൊക്കെ കുറിച്ച് വെക്കണം. പന്തക്കുസ്ത തിരുനാൾ തൊട്ട് മുമ്പുള്ള 10 ദിവസങ്ങൾ ഇൻറ്റൻസ് പ്രിപ്പറേഷൻ, പരിശുദ്ധാത്മാവിന് വേണ്ടി കാത്തിരിക്കുന്ന ദിവസങ്ങൾ. അങ്ങനെ പ്രാർത്ഥിച്ചും ഉപവസിച്ചും ജാഗരിച്ചും കാത്തിരുന്ന് ഈ വർഷത്തെ പന്തക്കുസ്ത തിരുനാളിന് വേണ്ടി നമുക്കൊരുങ്ങാം. അതിനുവേണ്ടി എല്ലാ അനുഗ്രഹങ്ങളും പരിശുദ്ധാത്മാവ് തന്നെ ഓരോ കുടുംബങ്ങൾക്കും, ഓരോ പ്രാർത്ഥനാ ഗ്രൂപ്പുകൾക്കും, ഓരോ ധ്യാന കേന്ദ്രങ്ങൾക്കും, ഓരോ ശുശ്രൂഷ ടീമുകൾക്കും, ഓരോ മകനും ഓരോ മകൾക്കും, തിരുസഭയുടെ ഓരോ അംഗത്തിനും കർത്താവ് പരിശുദ്ധാത്മാവ് നൽകട്ടെ എന്ന് ഇപ്പോൾ എളിമയോടെ പ്രാർത്ഥിക്കുകയാണ്. ഈ സമയം നമുക്കൊരിക്കൽ കൂടെ 2 കരങ്ങൾ ഉയർത്തിപ്പിടിക്കാം. എല്ലാ ദൈവമക്കളും പ്രാർത്ഥിക്കുക. മുട്ടുകുത്തി നിൽക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് മുട്ടുകുത്തി നിൽക്കാം, എഴുന്നേറ്റ് നിൽക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് എഴുന്നേറ്റ് നിൽക്കാം. ഒന്നും കൂടെ ഉറക്കെ സ്തുതിക്കാൻ പോവുകയാണ്. ആഗതമാകട്ടെ ഒരു പുതിയ പന്തക്കുസ്ത. പാപശക്തികളുടെ മേൽ കത്തിപ്പടർന്ന പരിശുദ്ധാത്മാവേ, തിന്മയുടെ മേൽ കത്തിപ്പടർന്ന പരിശുദ്ധാത്മാവേ, ചവറുകളെ എരിയിക്കുന്ന പോലെ തിന്മയിൽ എരിയിച്ച് കളഞ്ഞ് വീണ്ടും തേജസ് നൽകുന്ന പരിശുദ്ധാത്മാവേ, ഇപ്പോൾ കത്തിപ്പടരണമേ, ഇപ്പോൾ ഉണരണമേ, ദേശത്തെ ഉണർത്തണമേ, രൂപതകളെ ഉണർത്തണമേ, ഇടവുകളെ ഉണർത്തണമേ, സമൂഹങ്ങളെ ഉണർത്തണമേ, യുവതീവാക്കന്മാരെ ഉണർത്തണമേ, ബാലന്മാരെ ഉണർത്തണമേ, കുടുംബങ്ങളെ ശക്തിപ്പെടുത്തണമേ, ധ്യാനകേന്ദ്രങ്ങളെ ഉണർത്തണമേ. കരങ്ങൾ ഉയർത്തി ഉച്ചത്തിൽ സ്തുതിക്കുന്നു. അകലമാകട്ടെ പുതിയ പന്തക്കുസ്ത, അകലമാകട്ടെ പുതിയ പന്തക്കുസ്ത, അകലമാകട്ടെ പുതിയ പന്തക്കുസ്ത, അകലമാകട്ടെ പുതിയ പന്തക്കുസ്ത, അകലമാകട്ടെ പുതിയ പന്തക്കുസ്ത. പാപശക്തിയെ പടുത്തുയർത്തിയ പ്രസ്ഥാനങ്ങൾ തകരട്ടെ, പാപശക്തിയെ പടുത്തുയർത്തിയ പ്രസ്ഥാനങ്ങൾ തകരട്ടെ. അഭിഷേകാഗ്നിയിൽ എരിഞ്ഞ് നീ ചാമ്പലായി പോകട്ടെ, അഭിഷേകാഗ്നിയിൽ എരിഞ്ഞ് നീ ചാമ്പലായി പോകട്ടെ. കത്തട്ടെ നീ കത്തട്ടെ, കത്തി പടരട്ടെ, കത്തട്ടെ നീ കത്തട്ടെ, കത്തി പടരട്ടെ. അഭിഷേകത്തിൻ ജ്വാലകളാൽ ഭൂതലമാകെ നിറയട്ടെ, അഭിഷേകത്തിൻ ജ്വാലകളാൽ ഭൂതലമാകെ നിറയട്ടെ. അകലമാകട്ടെ പുതിയ പന്തക്കുസ്ത, പരിശുദ്ധാത്മാവേ പുതിയ പന്തക്കുസ്ത, അകലമാകട്ടെ പുതിയ പന്തക്കുസ്ത, അകലമാകട്ടെ പുതിയ പന്തക്കുസ്ത, പരിശുദ്ധാത്മാവേ പുതിയ പന്തക്കുസ്ത, അകലമാകട്ടെ എല്ലാ ഭാഷകളെ ബന്ധിക്കുന്നവർ പുതിയ പന്തക്കുസ്ത, പുതിയ പന്തക്കുസ്ത, പുതിയ പന്തക്കുസ്ത. ആരാധന 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 എല്ലാ ഭാഷകളുടെ മേലും ശീഷ്മകൾ കത്തിച്ചാമ്പലാകട്ടെ, ദുരുപദേശങ്ങൾ കത്തിച്ചാമ്പലാകട്ടെ, എല്ലാ ദുരുപദേശങ്ങളും കത്തിച്ചാമ്പലാകട്ടെ, എല്ലാ വിപരീത ഉപദേശങ്ങളും കത്തിച്ചാമ്പലാകട്ടെ. നുണയുടെ തന്ത്രങ്ങൾ തകരട്ടെ, പൈശാചിക തന്ത്രങ്ങൾ തകരട്ടെ. യേശുവിന്റെ നാമത്തിൽ ബന്ധിക്കുന്നു. Glory, hallelujah, hallelujah. ആരാധന 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 ആരാധന. ദുഷ്ടശക്തികൾ പകർന്നു നൽകിയ പാഷണ്ഡതകൾ തകരട്ടെ, ദുഷ്ടശക്തികൾ പകർന്നു നൽകിയ പാഷണ്ഡതകൾ തകരട്ടെ. ജ്ഞാനശക്തിയിൽ ഉടഞ്ഞു ചിതറി സർവ്വം നീങ്ങി പോകട്ടെ, Jesus name. ഉടഞ്ഞു ചിതറി സർവ്വം നീങ്ങി പോകട്ടെ. കത്തട്ടെ നീ കത്തട്ടെ, കത്തി പടരട്ടെ, കത്തട്ടെ നീ കത്തട്ടെ, കത്തി പടരട്ടെ. അഭിഷേകത്തിൻ ജ്വാലകളാൽ ഭൂതലമാകെ നിറയട്ടെ, അഭിഷേക
ജ്വാലകളാൽ നൂതനമാകെ നിറയട്ടെ. പരിശുദ്ധാത്മാവേ, പരിശുദ്ധാത്മാവേ, ആഗതമാകട്ടെ. പരിശുദ്ധാത്മാവേ, പുതിയ പെന്തക്കോസ്താ. പരിശുദ്ധാത്മാവേ, പുതിയ പെന്തക്കോസ്താ. പരിശുദ്ധാത്മാവേ, പുതിയ പെന്തക്കോസ്താ. പരിശുദ്ധാത്മാവേ, പുതിയ പെന്തക്കോസ്താ. ആഗതമാകട്ടെ. പുതിയ പെന്തക്കോസ്താ. പുതിയ പെന്തക്കോസ്താ. പുതിയ പെന്തക്കോസ്താ. പുതിയ പെന്തക്കോസ്താ. ആരാധന, 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 ആരാധന. അഭിഷേകം പറയട്ടെ. ക്ഷീണിതരിലേക്ക് പുതുശക്തി ആവർത്തിക്കട്ടെ. ദുർബലരിലേക്ക് അത്ഭുതമായ ബലം നിറയട്ടെ. തളർന്ന കൈകളും ബലമില്ലാത്ത കാൽമുട്ടുകളും ശക്തി പ്രാപിക്കട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ആരാധന, 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 ആരാധന. Hallelujah. Hallelujah. Praise the Lord. Praise the Lord. വീണ്ടും പെന്തക്കോസ്താ. പരിശുദ്ധാത്മാവേ എഴുന്നള്ളി വരണമേ. അങ്ങേ ഇഷ്ടദാസിയായ പരിശുദ്ധ മറിയത്തിൻ്റെ ശക്തമായ മാധ്യസ്ഥതയാൽ തിരുസഭയിലേക്ക് അഗ്നിനാവുകളായി വീണ്ടും വന്നു നിറയണമേ. കർത്താവിൻ്റെ രണ്ടാം വരവിനായി ലോകത്തെ ഒരുക്കുവാൻ സഭയെ ബലപ്പെടുത്തിയാലും അങ്ങ് എല്ലാം കാണുന്നുണ്ടെന്ന ദൈവഭയത്താൽ ഞങ്ങളെ നിറയ്ക്കണമേ. സഭാമക്കളായ ഞങ്ങളെല്ലാവരും എന്നും കർത്താവിൻ്റെ മഹത്വത്തിനായി അധ്വാനിക്കുവാൻ കൃപ നൽകണമേ. ആമേൻ.